കോറോ ഹെൽത്ത് അടച്ചു പൂട്ടിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരും ലോക്കൽ എംപിയും ലോക്കൽ MLAയും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും വളരെ കാര്യക്ഷമമായി ഇതിൽ ഇടപെടുകയും US ബേസ്ഡ് ജില്ലാ ഭരണകൂടവും ട്രേഡ് യൂണിയൻസും എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി എല്ലാവരുമായും ആ ഒരു കമ്പനി പ്രതിനിധികളുമായി നിരന്തരമായി സംസാരിക്കുകയും ആദ്യത്തെ ദിവസം നമുക്കറിയാം 3-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ അവിടെ എല്ലാവരും എത്തി, MLAയും MPയും മറ്റെല്ലാവരും അതുപോലെ ലേബർ ഓഫീസർ, റീജിയണൽ ലേബർ ഓഫീസർ എല്ലാവരും എത്തുകയും ഞാനും കമ്മീഷണറും സെക്രട്ടറിയും അടക്കമുള്ളവർ CMO അടക്കമുള്ളവർ നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും ചെയ്ത് കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ച സെക്രട്ടറി ലെവൽ ചർച്ച നടത്താം, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് മാത്രമല്ല അവരുടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എടുത്ത് ക്ലോഷർ എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും ഒരേ രൂപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ വിഷയത്തിൽ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി ഇറങ്ങി. പക്ഷേ എന്നിട്ട് തിങ്കളാഴ്ച കമ്മീഷണർ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് വന്നത്. വീണ്ടും ആവർത്തിച്ച് അവരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അവർ 10-ാം തീയതിയോ അതിനുശേഷമോ വരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് 10-ാം തീയതി ഏറ്റവും പെട്ടെന്നാകട്ടെ എന്ന് കരുതി 10-ാം തീയതി ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ ചർച്ചയ്ക്ക് വരികയും ചെയ്തു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസത്തെ പോലെ ലീഗൽ പ്രതിനിധി വന്നു. പക്ഷേ അവരുടെ ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് എല്ലാം തന്നെ ഓൺലൈനിൽ വന്നു. ഇത്രയും നേരം ഞങ്ങൾ അവരുമായി ചർച്ച നടത്തുകയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം, കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കമ്പനി നേരിട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ജീവനക്കാരെ അവർ തന്നെ അവരുടെ കമ്പനിയുടെ വിവിധ രേഖകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീവനക്കാരെ, കേരളത്തിലെ ജീവനക്കാരെ വളരെ നല്ല രീതിയിൽ ആ കമ്പനി ഒഫീഷ്യൽസ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ലതാണെന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. 100 പേരുമായി ഇവിടെ തുടങ്ങിയ ഒരു കമ്പനി 500 പേരിൽ കൂടുതൽ കൊച്ചിയിൽ ജീവനക്കാരുമാവുകയും അതിനുശേഷം അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒരു സെന്റർ കോഴിക്കോട് തുടങ്ങിയും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയായി ഇതുവരെ ഉണ്ടായിരുന്നു. ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കമ്പനി പൂട്ടുന്നത് വരെ അത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. കമ്പനിയുടെ മറ്റ് രേഖകൾ പരിശോധിച്ചപ്പോൾ കമ്പനി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ്. എന്നിട്ടും ഇത് ക്ലോസ് ചെയ്തതിനെ കുറിച്ച് റിട്രഞ്ച്മെന്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചെങ്കിൽ റിട്രഞ്ച്മെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ 2 സെന്ററിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്താക്കിയാണ്. അതൊരു ക്ലോഷർ തന്നെയാണ്. ആ ക്ലോഷർ ആണെങ്കിൽ IR കോഡ് അനുസരിച്ചാണെങ്കിൽ പോലും ഗവൺമെന്റിന് നോട്ടീസ് തരേണ്ടതാണ്. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഞങ്ങൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് വർക്കില്ല, അതുകൊണ്ട് സെന്റർ അടച്ചുപൂട്ടുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ചർച്ചയിൽ എല്ലാവരും, ഞങ്ങൾ ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽസും ജില്ലാ കളക്ടർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ച ചോദ്യം അതാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ വർക്കില്ല എങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇരുന്നു കൊണ്ടായാലും നോയിഡയിൽ ഇരുന്നു കൊണ്ടായാലും ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ടായാലും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടായാലും ചെയ്യാവുന്ന വർക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വളരെ കൃത്യമായി ഓരോ പോയിന്റ്സും ഞങ്ങൾ ഓരോരുത്തരും മാറി ചോദിച്ചപ്പോഴും അവർക്ക് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ, ഹംബ്ലി പറയുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഇത് വേറൊരു നിവൃത്തിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ലേബർ ഫോഴ്സിനെ, ഞങ്ങളുടെ ഡിഗ്നിറ്റിയെ, കേരളത്തിന്റെ ലേബർ ഡിഗ്നിറ്റിയെ അപമാനിക്കുന്ന തരത്തിൽ കമ്പനി പെരുമാറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അവർ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക്, ഇതിന്റെ കമ്പനി CEO 2026 ഏറ്റവും മികച്ച CEO ആയി ഇവരെ വന്നത് ഈ നമ്മുടെ കുട്ടികൾ അടക്കമുള്ളവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുകൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്.